ഹായ്, ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിംഗ് ആണ് പറഞ്ഞു തരുന്നത്. അതിനായിട്ട് ലൈനിങ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് എത്രയാണ് ഷോൾഡറിൻ്റെ ഹാഫ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ നേരിയ താഴത്തേക്ക് ആം ഹോൾ ലൈൻ വരച്ചിട്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെയായിട്ട് നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്യണം. അതാണ് ചെസ്റ്റിൻ്റെ 4 മാർക്ക് ചെയ്യേണ്ട ലൈന്. ഇവിടെ ഇതേപോലെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഷോൾഡർ തൊട്ട് ബ്രസ്റ്റ് പോയിന്റ് പ്ലസ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബ്രസ്റ്റ് പോയിന്റ് വരുന്ന ലൈനിൽ ഇതേപോലെ ഒരു ലൈൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ തൊട്ട് മിഡ് വേസ്റ്റ് വരെയുള്ള ലെങ്ത് എടുത്തിട്ട് അത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 14.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ നമ്മൾ ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഷോൾഡർ തൊട്ട് ഹിപ്പ് വരെയുള്ള ലെങ്ത്, അപ്പോൾ ഹിപ്പ് വരെയുള്ള ലെങ്തിലാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്തും ഹിപ്പ് വരെയുള്ള ലെങ്തും ഒരു ലൈനിൽ വരുന്നത്. പ്ലസ് നമ്മൾ സീം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 1/2 ഇഞ്ച് ലൂസും തയ്യൽ തുമ്പ് നമുക്ക് 1 ഇഞ്ചും കൂടെ ഇതേപോലെ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ലൂസും തയ്യൽ തുമ്പും വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ ആയിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ മിഡ് വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 1/2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് ഡാർട്ടും 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ആയിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 3/4 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ലൈൻസ് എല്ലാം തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് ഇതേപോലെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആം റൗണ്ട് വരയ്ക്കാൻ ഇതേപോലെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇനി ബാക്ക് പാർട്ട് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിനെ ട്രേസ് ചെയ്തുകൊണ്ട് നമുക്കിനി ഫ്രണ്ട് പാർട്ട് പ്രിൻസസ് കട്ടിൽ കട്ട് ചെയ്യാനായിട്ട്. പ്രൊഫഷണലായിട്ട് ടൈലറിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. നേരിട്ട് വന്ന് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ തിരുവല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് വരാവുന്നതാണ്. തയ്യൽ മെഷീന്റെ ബേസ് പോലും അറിയണം എന്നില്ല. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ബാക്ക് പീസ് കട്ട് ചെയ്ത് നമ്മൾ ഇതേപോലെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യേണ്ട പാർട്ടിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബസ്റ്റ് ലൈനിൽ BP to BP ഹാഫ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ട് നമ്മൾക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു കർവിൽ ഈ ഒരു പോർഷനിലേക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അവിടെ നമുക്ക് ഡാർട്ട് കൊടുക്കാനായിട്ടാണ്. എന്നിട്ട് പോയിന്റിൽ നേരെ താഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനും വരച്ചു കൊടുക്കുക. ഇനി മിഡ് വേസ്റ്റ് ലൈൻ്റെ ഇവിടുന്ന് 4 ഇഞ്ച് 2 സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബ്രസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു V ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേ ലെങ്തിൽ തന്നെ നേരെ താഴത്തേക്ക് നമ്മൾ ഇതേപോലെ ഒരു V ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു ഫിഷ് ഡാർട്ട് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാർട്ട് ഇതുപോലെ അവിടെ നമുക്ക് ഡാർട്ടിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് വേണം നമ്മളിവിടെ ഒരു V ഷേപ്പിൽ വരയ്ക്കാനായിട്ട്, റിഗാൾ ഡാർട്ടിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ പീസും സൈഡ് പീസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ട് പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ ഈ വരച്ചു കൊടുത്ത ഈ ഒരു ലൈൻ നമ്മൾ ബാക്ക് പാർട്ടിലാണല്ലോ, ഇതിനെ നമ്മൾ ഇതേപോലെ ട്രേസ് ചെയ്ത് വരയ്ക്കണം. ട്രേസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ട്രേസിങ് വീൽ ഉണ്ടല്ലോ, ഇത് സൈഡിലൂടെ വേണം ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട്. കാരണം ഈ ഒരു സൈഡാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കണം, സെൻറ്റർ പീസ്. ഇതേപോലെ നമ്മൾ താഴെ വരെ ഒന്ന് അമർത്തി ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിലത്തെ പീസിലായിട്ട് കറക്റ്റ് നമ്മളൊരു ഡോട്ട് ലൈൻസ് പോലെ വരും. ക്യാമറയിൽ അത് തെളിഞ്ഞിട്ടില്ല, പക്ഷേങ്കിൽ അത് എനിക്ക് ക്ലോത്തിൽ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ലൈൻ്റെ മുകളിലൂടെ ഇതേപോലെ വരച്ചു കൊടുക്കുക. വരച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിന് ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. കാരണം ഈ ഒരു പാർട്ട് ഇതേപോലെ 1/2 ഇഞ്ച് ഇതുപോലെ സീം അലവൻസ് നമുക്ക് 4 ഇഞ്ച് വേണമെങ്കിൽ 4 ഇഞ്ചും വരച്ച് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമ്മൾ വരച്ചിട്ട് ഈ ഒരു സെൻറ്റർ പീസ് നമ്മൾ ഇതുപോലെ സീം അലവൻസ് ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി സൈഡ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ചൊന്ന് നീക്കി വെക്കണം. കാരണം നമ്മൾ ആദ്യം വരച്ചതിൻ്റെ മുകളിലാകരുത് മാർക്കിങ്സ്, അതിന് നോക്കി വേണം ഇതേപോലെ മാർക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ സെൻറ്റർ പീസ് ട്രേസ് ചെയ്തപോലെ തന്നെ നമ്മൾ ബാക്കി സൈഡെല്ലാം ട്രേസ് ചെയ്തിട്ട് നമുക്കിനി ഈ ഒരു ഡാർട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ഡാർട്ടിൻ്റെ പോർഷൻ നമ്മൾ ട്രേസിങ് വീൽ വെച്ച് വേണം അത് ചെയ്യുമ്പോൾ തേണ്ട ഇപ്പുറത്തെ ഡാർട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ കൂടെ വേണം വരച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ, ഈ ഒരു സൈഡിലൂടെ നമ്മൾ ഡാർട്ട് കൊടുത്ത് നേരെ താഴത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇതേപോലെ അതിനൊന്ന് തെളിച്ച് വരച്ചു കൊടുക്കണം. തെളിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സീം അലവൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സീം അലവൻസ് ആഡ് ചെയ്യാനായിട്ട് വിട്ടു പോകരുത്, കാരണം അല്ലെങ്കിൽ ഗാർമെൻറ്റ് ഒത്തിരി അങ്ങ് ഫിറ്റായി പോകും. കാരണം ഇതേപോലെ നമ്മൾ കൃത്യം നമ്മൾ 2 സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് തന്നെ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും. ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബ്രസ്റ്റ് റൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ബ്രസ്റ്റ് പോയിന്റിൽ നമ്മൾ കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനി മെയിൻ ക്ലോത്തിൽ ഇത് ട്രേസ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. സ്ലീവ് നമ്മൾ പഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആം റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പം 2 ഇഞ്ച് കൂടുതലിട്ട് വേണം ആം റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട്. പ്ലസ് സീം അലവൻസും
പിന്നെ സ്ലീവിൻ്റെ ഡെപ്ത് മാർക്ക് ചെയ്യുമ്പോൾ നോർമലി എത്രയാണോ നിങ്ങൾ ഡെപ്ത് 3.5 ആണെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി വേണം, ഒരു 5.5 ഇഞ്ചാണ് ഡെപ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ക്യാപ്പ് ഹൈറ്റിന് വേണ്ടിയിട്ടാണ്. സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. താഴെയും കുറച്ച് പ്ലീറ്റ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ എഡ്ജിലായിട്ട് ഞാൻ ഒരു പടി പോലെയും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. Anywhere, at any time, through online. Estech, made to create, share to inspire.